പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് സരസിന്റെ വേദിയിലാണ് കേട്ടോ. അതായത് ചെങ്ങന്നൂര് ദേശീയ സരസ്മേള നടക്കുകയാണ്. അപ്പോൾ സരസ്മേളയുടെ വേദിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ബാക്കിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഐ ലവ് ചെങ്ങന്നൂർ. അതെ, ചെങ്ങന്നൂർ വെച്ചാണ് നമ്മുടെ സരസ്മേള നടക്കുന്നത്. അതിന്റെ ഒരു റാലിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടു നോക്കണം. അപ്പൊ ഇന്നത്തെ സരസ്മേളയുടെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിന്റെയൊക്കെ അതുപോലെ സരസ്മേളയുടെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. കണ്ടു നോക്കാം. നമ്മുടെ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സരസ്മേള നടക്കുന്നത്. നമ്മൾ കയറി വരുന്ന എൻട്രി തന്നെ രണ്ട് വേദിയാണ് ഉള്ളത്. ഒരു വേദി എന്ന് പറഞ്ഞാൽ കോമൺ വേദിയാണ്, ചെറിയൊരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്തുന്ന ചെറിയ വേദിയും. റൈറ്റത്തെ ബിഗ് ഷോസ് ആയിട്ടുള്ള മെഗാ ഷോസ്, ഗാനമേള അങ്ങനെ പോലെ നടക്കുന്നത് റൈറ്റിലൊരു വേദിയുണ്ട്, അതിലുമാണ്. നമ്മൾ നേരെ അകത്ത് പ്രവേശിക്കുകയാണ്. സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു അകത്താണ്. നമ്മളിങ്ങനെ ഇന്ന് സ്റ്റാൾ സ്റ്റാളിന്റെ പ്രത്യേകത പറയണമല്ലോ. നമ്മള് ഇത്രയും നല്ല ഭയങ്കര ചൂടത്തെ വൈകുന്നത് കേട്ടോ. ഈ സ്റ്റാള് കംപ്ലീറ്റ്ലി എ സി ആണ്. എ സിയിലാണ് ഇത്രയും കാര്യങ്ങൾ. സ്റ്റാൾ അതായത് 300 സ്റ്റാളോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും സ്റ്റാളും കാര്യങ്ങളും എല്ലാം കാണുന്നത് എ സി ആയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, അതിന്റെ കച്ചവടം, കാര്യങ്ങള്, അവരുടെ ഫുഡ്, വെറൈറ്റി ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ വൈകിട്ട് ഒന്ന് വന്നായിരുന്നു. ഫുഡിന്റെ കൗണ്ടറിൽ ഒരു രക്ഷയിലെ തിരക്കാണ്. ഒത്തിരി വെറൈറ്റി ഫുഡ് ഉണ്ട്. ഏകദേശം 21 സംസ്ഥാനങ്ങളിലുള്ള ഫുഡും കാര്യങ്ങളുണ്ട്. അതുപോലെ ടെറിട്ടറിയിൽ, നമ്മുടെ ഏത് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബിഗ് ഷോ ആണ് നമ്മുടെ സരസ്മേള എന്ന് പറയുന്നത്. അപ്പൊ സരസ്മേളന്റെ ഓരോ സ്റ്റോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ സ്റ്റാളാണ്. ഒന്നാമത്തെ സ്റ്റാൾ തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ളവർക്കുള്ള സ്റ്റാളാണ്. അത് പിക്കിള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു സ്റ്റാളാണ്. രണ്ടാമത്തെ സ്റ്റാൾ എന്ന് പറയുമ്പം ഹോം മെയ്ഡ് പ്രോഡക്ട്സ് അങ്ങനെ എന്തൊക്കെയാണ്. ഇതിന്റെ എല്ലാ സ്റ്റാളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി നമ്മൾ പറയേണ്ടി വരും. നമ്മളങ്ങനെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറച്ച് സ്റ്റാളുകളുടെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാൻ പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ 100-300 സ്റ്റാളിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഏകദേശം 2-3 മണിക്കൂർ കൊണ്ട് പോലും വീഡിയോ തീരത്തില്ല. അപ്പൊ അതുപോലെ ഉണ്ട്. ഈ കത്തിയുടെയും കടാരയുടെയും ലോകം. കത്തിയും കടാരയൊക്കെ ഉണ്ട്. ഇനി കേരളത്തിലോട് ഇത് എങ്ങനെ തുടങ്ങി എങ്ങനെ പറഞ്ഞു തീരുന്നു. ഇത് പല കുടുംബശ്രീ യൂണിറ്റുകളുടെയാണ്. ഇത് വയനാടാണ് കേട്ടോ. വയനാടാണ് സുഗന്ധദ്രവ്യങ്ങളുടെ ഒക്കെ ഇതുണ്ട്. ഇത് വയനാട് കുടുംബശ്രീയുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അത് ഫുഡാണ്. അച്ചാറും ഇത് പിന്നെ വയനാട്ടിൽ നിന്നുള്ള ബാംബു പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പൈസ എങ്ങനെ വരുന്നത്? 250 ഗ്രാമിന് 300 രൂപ വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ സരസ്മേളയിൽ തന്നെ പ്യുവർ തേൻ നല്ല രുചിയുണ്ട്. തേൻ നല്ല രുചിയുണ്ട്. നമുക്ക് ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്. അതായത് തേൻ ഒലിച്ചു പോകുന്നില്ല. അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള തേനാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് മേടിക്കാന്നുള്ളത്. വെൽ പാക്ഡ് ആണ് കേട്ടോ. വെൽ പാക്ഡ് ആയിട്ടാണ് അവര് തേൻ പ്രൊഡക്ട് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് കറ്റാർവാഴയുടെ സോപ്പ് എല്ലാ പാടുകളും മായ്ച്ചു തരുമെന്ന് അവര് പറയുന്നത്. കഷ്ടപ്പാടും വായിക്കും. കറ്റാർവാഴയുടെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പൊ വേറെ ബെഡ്ഷീറ്റ് ഏതൊക്കെ ഉണ്ട്, പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ പറയില്ലേ, ഇതിനകത്ത് നമുക്ക് തിരക്കൊരു രക്ഷയിലെ രീതിയാണ്. നമുക്ക് ചെറിയൊരു പോർഷനാണ്. അതായത് നമ്മളിപ്പം 100 കൗണ്ടറുള്ള സ്റ്റാളിനകത്ത് 18 ആയല്ലോ. അതേക്കുള്ള തിരക്ക് നോക്കുന്നത് മാത്രമാണ്. അത്രയും തിരക്കും കാര്യങ്ങളുണ്ട്. ഈ സെഷനിൽ നമ്മൾ വിജയുടെ കാര്യം നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ലേഡീസ് ബാഗ് ആണ് അല്ലേ ജിത്ത്? വേണ്ടല്ലോ. ജിത്ത് എല്ലാം മുന്നിൽ നടന്ന് കണ്ടോണ്ടിരിക്കണം കേട്ടോ. എന്താണെന്ന് ഇതിനകത്ത് എന്താണ്
പഴമയെ മറക്കാത്ത മലയാളിക്ക് തൊട്ടുകൂട്ടാൻ അച്ചാർ. ഓക്കെ, അത് മറ്റേ ഇതിനകത്താണോ? നമ്മുടെ ഇതിനകത്താണോ അച്ചാറൊക്കെ? ഭരണിയല്ലേ ഇത്? ഭരണിയില് അച്ചാർ ഭരണിയിലാക്കി തരും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടെണ്ണം ഇതിപ്പോ ഇങ്ങനെ നടന്നേ ഇന്നലെ കേട്ടേ, ഇന്നലെ ഞാൻ ഇതുപോലെ നടന്നിട്ട് മതിയാക്കിട്ട് പകുതിക്ക് ഞാൻ തിരിച്ചു പോയി. തിരിച്ചു നടന്നു. അതുപോലെ കൗണ്ടറും കാര്യങ്ങളും വരുന്നത്. നമ്മള് നടന്ന് മടുത്തു. 10-300 പറഞ്ഞേക്കുന്ന സ്റ്റോൾ. നമ്മളിപ്പോ 22ാമത്തെ എത്തിയെടുത്തുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ അതുപോലെ ആളും കാര്യങ്ങളുമാണ് ഭയങ്കര. എന്റെ ബാക്കിലാണ് നോക്കിയത് എന്തുമാത്രം ആളാണ്. ഇതിപ്പോ സമയം 3:30 ആയതേ ഉള്ളൂ. വൈകിട്ട് ഇതൊന്നുമല്ല കളി. ഇതിന് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. വൈകുന്നേരം ഒത്തിരി പ്രോഗ്രാംസും ഉണ്ട്. പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഹെർബൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എത്ര വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് എന്തുമാത്രം എടുത്താലും തീരാത്ത പോലെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് കൗതുകം തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കാം. പിന്നെ ചിരട്ട പ്രോഡക്ട്സ്, ചിരട്ടയുടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ. പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ടൈപ്പ് പെയിന്റിങ് അറിയാവുന്നവർ കമന്റ് ചെയ്തോ. എനിക്കിതിനെ പറ്റി ഒരു ധാരണ. ചിരട്ടയുടെ ഒത്തിരി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം മനസ്സിലായോ? ക്ലിപ്പല്ലേ? പറഞ്ഞതാ. പാലേ കമ്പനിയുടെ ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ട്. കുത്തുവേന നടുവേന ശരീരവേനയ്ക്കുള്ള വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്. നെറ്റിപ്പട്ടമാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ആനയുടെ മുഖച്ചാർത്തായിട്ട് കണ്ടിട്ടേ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ ആ നെറ്റിപ്പട്ട ഇത് ഞങ്ങളുടെ കയ്യാല് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആരും സംതൃപ്തിയാണ്. പക്ഷെ നെറ്റിപ്പട്ടത്തിന്റെ വെറൈറ്റി മോഡലുകളാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടും വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. പല രീതിയിൽ പല രൂപത്തിൽ ആൾക്കാരുടെ മനസ്സറിഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മംഗലത്തില് അങ്ങനെ 7ാം വാർഡില് നമ്മുടെ കൗൺസിലർ ലതിക കൗൺസിലറാണ് ഇതിന് മുൻകൈയെത്തി സംരംഭം നമ്മളിൽ എത്തിച്ചേക്കുന്നത്. നമ്മൾ കുടുംബശ്രീ ഇത് രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സരസമേളയിൽ വന്നത്. നമ്മൾ 12 വനിതകളുടെ കൈക്കരുത്താണ് ഈ കാണുന്നത്. വെച്ച് കഴിഞ്ഞാല് നമ്മൾ സമയം കണ്ടെത്തി എന്താണ് നമ്മൾ ചെയ്തൊരു വർക്കാണിത്. 12 പേരെ 12 ആശയങ്ങളാണ് മനസ്സിൽ. ഇതിന്റെ കളർ കോമ്പിനേഷൻ നമ്മുടെ തയ്യൽ വിദഗ്ധരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെയൊക്കെ കഴിവാണ് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ. അതാണ് അതാണ് ഫണ്ട് തന്നത്. സാറുമാരുടെ സ്റ്റോൾ വെളിയിലുണ്ട്. അത് ഞങ്ങളുടെ ആൾക്കാർ ലൈവായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിപ്പോ 100 രൂപ മുതല് ഏകദേശം 16,000 രൂപ വരെയുള്ള സാധനം ഇട്ടിട്ടുണ്ട് നമ്മള്. കോഴിക്കോടൻ ഹലുവ. കോഴിക്കോട് ഹലുവ കഴിക്കാൻ പറ്റാത്തവർക്ക് സരസമേള വന്ന് ഹലുവ കഴിക്കാം. നമുക്ക് നോക്കിയാലോ? നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ സാധാ ഹലുവ എന്താ വ്യത്യാസം? എന്താ ചെറിയ പുളിയുണ്ട് അല്ലേ കോഴിക്കോട് ഹലുവയ്ക്ക്? ചെറിയ പുളിയും കാര്യങ്ങളൊക്കെയാണ് കോഴിക്കോട് ഹലുവ. കോഴിക്കോട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് ഹലുവ മേടിച്ചു. കോഴിക്കോട് ഹലുവയുടെ കുറെ പല ഫ്ലേവറും കാര്യങ്ങളുള്ള ഒരു പാക്കറ്റ് ഉണ്ട്, അത് മേടിച്ചു. പിന്നെ മേടിച്ചത് വെറൈറ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോതമ്പല്ലേ അടിയത്? ഗോതമ്പ് കൊണ്ടൊരു ഹലുവ. അത് ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അത് മേടിച്ചു കേട്ടോ.
വല്ലാത്തൊരു ഇത് വെക്കാൻ വേണ്ടി പെർഫ്യൂം വെക്കാൻ വേണ്ടിയുള്ള സെർച്ച് കേട്ടോ. നമുക്ക് ഊതിന്റെ ഒരു സെക്ഷനാണ്. ഊതിന്റെ സെക്ഷനിൽ വെറൈറ്റി ഒത്തിരി ഊതിന്റെ റീസണബിൾ ഒത്തിരി നല്ല പണങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. റേറ്റും കാര്യങ്ങളും കുറച്ച് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി ആയിരുന്നു ആൾക്കാരെ നോക്കുക. കാരണം എല്ലാ സ്മെല്ലും പിടിക്കുന്നില്ല വണ്ടി വെക്കുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു എനിക്ക് കുഴപ്പമില്ലല്ലോ, നീയാണ് പറയേണ്ടത്. ഇവർക്ക് ഇതുപോലെ കാർഡ് ഇതുണ്ട് കേട്ടോ. ഹോം ഡെലിവറി ഉണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാമില് ഫ്രൈഡേ പെർഫ്യൂംസ് എന്നൊരു പേജ് ഉണ്ട് കേട്ടോ. അപ്പൊ അവര് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കസ്റ്റമൈസ് ചെയ്ത് തരും അല്ലേ? ഓക്കെ. അങ്ങനെ ജിത്തുവിന്റെ പർച്ചേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെർഫ്യൂം മേടിക്കുന്നു, അലുവ മേടിക്കുന്നു, ഓരോ കട കയറുമ്പോ അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു. പക്ഷെ ഉണ്ടല്ലോ ഒത്തിരി സാധനമൊക്കെ മേടിക്കണം തോന്നുന്നു. അതുപോലെ സാധനം ഉണ്ട്. അതൊരു സ്റ്റാളെന്ന് വെച്ചാൽ ഒരു രീതിയിൽ നമുക്ക് പറ്റാത്ത രീതിയിൽ അമ്മാതിരി സ്റ്റാളുകളാണ്. അത് ഭയങ്കര ഹൈ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നോർമലി കിട്ടും. കാരണം നമ്മൾ ഫെസ്റ്റിവലിലുള്ള മേളകളൊക്കെ പോകുന്ന കിട്ടുന്ന സാധനമൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളും. പക്ഷെ അങ്ങനെ റേറ്റ് ഇല്ല, വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ റേറ്റിലൊക്കെയാണ്. നമ്മുടെ ചുരിദാറിന്റെ ടോപ്പിലേക്ക് 250 രൂപ അങ്ങനെ റേഞ്ചിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ എല്ലാ പ്രോഡക്റ്റിനും ഒരു നോർമൽ റേറ്റ് ഉള്ളൂ. അല്ല വലിയ ഹ്യൂജ് അങ്ങനെ നമ്മൾ കൊള്ളയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതുപോലെ ആൾക്കാർ സഹകരിക്കുന്നുണ്ടോ. നല്ല തിരക്കും കാര്യങ്ങളുമാണ്. ഏത് സ്റ്റാൾ വന്നാലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ ഇപ്പം കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ശനിയാഴ്ച ദിവസമാണ്, അതിൻ്റെതായിട്ടുള്ള നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അരുണാചൽ പ്രദേശിന്റെ സ്റ്റാളുണ്ട് കേട്ടോ. അവിടെ മൊത്തം ഇങ്ങനെ വെറൈറ്റി ഫ്ലവേഴ്സും കാര്യങ്ങളുമായിട്ടൊക്കെ. നമുക്കിപ്പോ വീട്ടിൽ കൊണ്ടുവെക്കാൻ യാതൊരു ലൈവായിട്ടാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കണം കേട്ടോ. അവരോട് എന്തെങ്കിലും പോയി ചോദിച്ചാൽ പറയാൻ എനിക്ക് ഹിന്ദി ഞാൻ ഈ മാലു മറ്റേ ജഗതി പോയ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയില്ല. ഐറ്റം വെയിറ്റ് ചെയ്യുന്ന ഫുഡ് സ്റ്റാളിലേക്ക് പോകാനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഹൈപ്പ്, അതായത് സരസമ്മയുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയുന്ന ഒരു സാധനം ഫുഡ് സ്റ്റാളാണ്. സംഭവം സത്യം തന്നെയാണ്. ഞാൻ ഇന്നലെ വന്ന് കയറിയിട്ട് പോകാം. ഭയങ്കര ആളും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. അതിന് സ്റ്റാളത്ത് കണ്ട് തീർന്നാലല്ലേ അങ്ങോട്ട് നിർത്തത്തുള്ളൂ. അതാണ് പാട്. വെസ്റ്റ് ബംഗാളിന്റെ പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ. ഫുള്ള് ബീച്ച് വെച്ചിട്ട് കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട്. അതുപോലെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൊള്ളാട്ടോ. നമ്മുടെ നമ്മൾ ഒത്തിരി എല്ലാ സ്ഥലവും കയറി ഇറങ്ങാൻ നടക്കത്തില്ല. അത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം മാത്രമേ കാണിക്കുന്നുള്ളൂ. കൊള്ളാം. അറിയാവുന്ന ഹിന്ദി ചോദിക്ക് ജിത്തു, ഇതെന്താ മെറ്റീരിയൽ എന്ന്. നിന്റെ ഹിന്ദി ഞാനൊന്ന് കേൾക്കട്ടെ. മുമ്പ് തോടാ മാലു എന്നല്ലേ പറഞ്ഞത്. ചോദിക്ക്, ചോദിക്ക്. വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താ സാധനം? എന്തിനുള്ള സാധനം? ഇങ്ങനെ ചുമച്ചുള്ള കാവെല്ലാം പുറത്തു വരുന്ന തോന്നുന്നു. ആവി പിടിച്ചാ മതി. എന്താ ഇത്? എന്തോ ഇതിന്റെ അവത്തോടെ വരുമ്പോ എന്താ തോന്നുന്നേ? എരിവാണോ? എന്തോ ഇത് പലതും തോന്നുന്നുണ്ട്. എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല. 120 അയ്യോ, ഒന്നാമത് ചുമയൊന്ന് മാറി നിൽക്കുവായിരുന്നു കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കണ്ട? എങ്ങനെ ഇത് മരിക്കുമ്പോഴേ പകുതി ജീവൻ പോലെ മനുഷ്യന്റെ എന്തേലും. നല്ല മണക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? കുടുംബശ്രീ കഫേലെ തിരക്കുണ്ട്. കാരണം
ഇങ്ങനെ ഓരോ ജില്ലയ്ക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഓരോ ജില്ലയ്ക്ക് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്, കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് ഇവിടുന്ന് മേടിക്കുക. അതാണ് തവ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ, തവ ഫ്രൈ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് മേടിച്ചിട്ട് നേരെ ഇവിടുന്ന് നമുക്ക് കഴിക്കാം, ഇങ്ങനെ കഴിക്കാൻ പറ്റും. യെസ്. അപ്പൊ ഇതിനകത്ത് വേറെ കാര്യമുള്ളതെന്ന് വെച്ചാല് ഡയറക്റ്റ് മണി അവർ കൗണ്ടറിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കൂപ്പൺ കിട്ടും. അതായത് നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നു അത്ര എമൗണ്ടുള്ള കൂപ്പൺ മേടിക്കും. ആ കൂപ്പൺ വേണം നമ്മളിവിടെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 1000 രൂപ കൂപ്പൺ എടുത്തു, 500 രൂപ നമ്മൾ ചിലവായിട്ടുള്ള തിരിച്ച് 500 രൂപയുടെ കൂപ്പൺ തിരിച്ച കൗണ്ടറിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ കൗണ്ടറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കൂപ്പൺ എടുക്കണം. കൂപ്പൺ എടുത്തിട്ട് നമുക്ക് ബാക്കി ഇതിൽ ഫുഡുകളൊക്കെ നോക്കാം. ഞാൻ ഇന്നലെ വന്നിട്ട് ഇവിടുത്തെ ഇന്നലെ മേടിച്ചപ്പോൾ സാധനം എന്തായിരുന്നു? വനസുന്ദരി. അതെ, വയനാടൻ വനസുന്ദരി എന്ന് പറഞ്ഞ സാധനം. ചിക്കൻ്റെ ഒരു അവരുടെ കാട്ടിലെ എന്തോ പ്രത്യേക കൂട്ടും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞൊരു കൂട്ടും ഇതുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള ഒരു സാധനം അതായിരുന്നു കേട്ടോ. ഇന്നലെ അധികം വന്ന് മേടിച്ചു. എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് നമ്മുടെ പച്ച എന്താ പറയുന്നത് മരുന്നുകൾ അങ്ങനെയുള്ള ഒരു കൂട്ടിന്റെ ഇതാണ്. പിന്നെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന മറ്റേ പുതിനയിലയുടെ ഒക്കെ രുചിയാണ് കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ കഴിച്ചിറങ്ങി കഴിയുമ്പോൾ വേറെ രുചിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും അതിനെ വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അതുപോലെ അങ്ങനെ കുറച്ചേറെ നമുക്ക് ഡിഷസ് നമുക്ക് ട്രൈ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം കൂപ്പൺ എടുക്കാം. വയനാടിന്റെ സ്റ്റാലിനകത്ത് വയനാടൻ പോത്തുങ്കാലൊക്കെ കേട്ടോ. പോത്തുങ്കാലിന് റേറ്റ് വരുന്ന 600 രൂപയാണ്. 600. നമുക്ക് പോയി കാണാം അതെങ്ങനെയാണ്. പോത്തുങ്കാലൊക്കെ മേടിച്ച് കഴിക്കുന്ന ആൾ നമ്മുടെ കൂടെ ഇല്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നില്ല. ഏതായാലും കഴിക്കുന്ന ആരോടും നമുക്ക് നോക്കി അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അതില്ല നമുക്ക് പോത്തുങ്കാലിന് കണ്ടിട്ട് സിക്കിമിലുള്ള ടോട്ടൽ ചെയ്യുന്നുണ്ട്. സിക്കിം ടോട്ടൽ ചിക്കൻ മോമോ. ചിക്കൻ മോമോന് 120 രൂപ അല്ലേ? ഫ്രൈഡ് മോമോ 130, ചിക്കൻ പാല് 40 രൂപ. ഞങ്ങൾ ഏതായാലും ചിക്കൻ മോമോ ഫ്രൈഡ് നോക്കുന്നത്. ഏതാ നോക്കുന്നത്? ഞങ്ങൾ ചിക്കൻ മോമോ ഫ്രൈഡ് നോക്കാൻ പോകണം. ഇങ്ങനെ നോക്കിയിട്ട് പറയാം. ഇങ്ങനത്തെ കൂപ്പൺ കിട്ടുന്ന കേട്ടോ. അവിടെ പൈസ കൊടുത്ത് ഇങ്ങനത്തെ കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ നേരെ കൊണ്ട് ഇവരെ കൊടുക്കുക. അപ്പൊ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 3 കൂപ്പണാണ്. 4 കൂപ്പൺ. 100ന്റെ 4 കൂപ്പണാണ് എടുത്തത്. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഞങ്ങൾക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്താൽ ഞങ്ങൾക്ക് 120 റുപ്പീസ് ആയിട്ടുള്ളായിരുന്നു പ്രൊമോഷൻ. അപ്പൊ അതിന് ബാക്കിയുള്ള ചേഞ്ചസ് അവര് ഇങ്ങനെ ഈ കൂപ്പൺ തന്നെ ചേഞ്ചസും തരും. അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കൂപ്പൺ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് നമ്മൾ യൂസ് ആയില്ലെങ്കിൽ തിരിച്ച് ആ കൗണ്ടർ തന്നെ കൊടുത്താൽ ക്യാഷ് ബാക്ക് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് കേട്ടോ. എന്താ മേടിച്ച കൈ പിടിച്ചു കേൾക്കണ്ട കൊള്ളാവോ? പൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ? ഇവിടെ മേടിച്ച ഏത് കൊണ്ടുവരുന്ന? കോട്ടയംകാരാണ്. കോട്ടയംകാര എങ്ങനെയാണ് ഫുഡ്? മൊത്തത്തിൽ എങ്ങനെയുണ്ട് വന്നിട്ട്? ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ ഒരു എങ്ങനെയാണ് ഫുഡൊക്കെ? ഫുഡൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഫുഡ് അടിച്ചോണ്ടിരിക്കുന്നുണ്ടോ. മൊമോസ് മേടിച്ചിട്ട് എന്താ ഇത് അഭിപ്രായം പറ. അഭിപ്രായം കേൾക്കണം. എങ്ങനെയുണ്ട്? ഫില്ലിങ്സ് കുറവാന്നൊരു തോന്നലുണ്ട് കേട്ടോ. മൊമോസ് മേടിച്ചിട്ട് കുഴപ്പമില്ല. ചിക്കൻ കഴിക്കുന്ന സാധനമാണ് ഇത്. അപ്പം അത് ആ ഒരു ഇതില് നോക്കുമ്പോൾ ഫില്ലിങ്സ് കുറച്ച് കുറവാണ്, സത്യമാണ്. ഒത്തിരി പ്രയോജനപ്രദമാണ്. നമുക്കിങ്ങനെ വേറെ സ്റ്റേറ്റ്സിലൊന്നും പോയി അവിടുത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇവിടെ ഏറ്റവും നല്ല ശബ്ദം എല്ലാ കൊല്ലം ഉണ്ടെങ്കിലും സന്തോഷം. സാധനങ്ങളൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. എന്റെ സാധനം മേടിച്ചത് സമയമില്ലാത്തോണ്ട് അല്ലെ കുറച്ചുകൂടി സാധനം മേടിച്ചായിരുന്നു. അതെ, ഫുഡ്കോർട്ടിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതെ, തുടങ്ങിയതേ സിക്കിമിൽ നിന്ന് തുടങ്ങിയതേ ഞങ്ങള്. വളരെ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു മേള വന്നത് വളരെ തുടങ്ങിയപ്പോ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സാധനം അതാണ് അട്ടപ്പാടിയിലെ വനസുന്ദരി. അത് ഇന്നലെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വനസുന്ദരി ഉണ്ടാക്കുന്നത് നോക്കാമേ. ഓക്കെ, ചിക്കൻ ഫ്ലവർ പോട്ടും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ചിക്കൻ ഫ്ലവർ പോട്ടും വേറെ ഏതാ? ഇറച്ചിപ്പത്തിരി. രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് തുർക്കിപ്പത്തിരി ഒത്തിരി സാധനം ഉണ്ടോ?
കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ്സ് തന്നെ സ്ഥലമാണ്. അപ്പം ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞങ്ങള് അടുത്ത് കോഴിക്കോട് നമ്മൾ സ്വന്തം കോഴിക്കോട്ടിൽ നിന്നുള്ള സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇറച്ചിപ്പത്തിരി, എന്തോ ഒരു ഫ്ലവർ, എന്ത് ഫ്ലവർ എന്തൊരു സാധനം, അങ്ങനെ 2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 60 ഒരു 120 രൂപയാണ്. അതിന് 100 രൂപയുടെ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. കോഴിക്കോട് ഫുഡ് അങ്ങനെ മോശം വഴിയൊന്നുമില്ല, നോക്കാം. എന്താ ഫുഡ് പറ, എന്താണ് ടേസ്റ്റ്? മറ്റേ കഴിക്കും എല്ലാം കൂടെ വെച്ചിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കണം അല്ലേ? ഞാൻ കണ്ട സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെക്കോട്ടെ. നമ്മുടെ ഡിൽഫിഷ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെക്കണം. ഇതെന്താണ്ട് ഒരു ഫ്ലവർ എന്തോ, ഇത് വലിയ ഭയങ്കര ഒരു എന്താ ഫേമസ് ആയിട്ടുള്ളൊരു ഇതാന്നാ പറഞ്ഞത്. കോഴിക്കോട്ടിലെ എന്തോ പേരെന്നുള്ള സ്പ്രിംഗ് റോളോ അങ്ങനെ കണ്ടോ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല? ആവറേജ് നമ്മുടെ മയണൈസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മുടെ ഫാക്ടറി ഏകദേശം ചാർജ് തീരാറായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ഇത് കഴിച്ചിട്ട് അടുത്ത കൗണ്ടറിലേക്ക് പോവാണ്. ഇതൊന്ന് കഴിച്ച് തീർക്കണം കേട്ടോ. ക്യാമറയുടെ ബാക്ക് കയറുന്നത് കേട്ടോ. പിന്നെ ഫുൾ ചാർജ് കൊണ്ടുവന്നാണ്. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്തു. കാരണം അതുപോലെ വെറൈറ്റി കാര്യങ്ങളുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മൊബൈലിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യണം. ഇവിടെ മൊബൈലിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വൃത്തിയാകുന്നില്ല. 4K ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിലേക്ക് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. തിരിച്ചു കിട്ടി, ജിത്തുവിനെ തിരിച്ചു കിട്ടി. ജിത്തുവിനെ കളഞ്ഞു പോയി, ജിത്തുവിനെ തിരിച്ചു കിട്ടി. തനിമ കുടുംബശ്രീ ശനി ഞായർ ദിവസങ്ങളിലെ സ്പെഷ്യൽ വിഭവങ്ങൾ. അനുവേട്ട പറയൂ അനുവേട്ട, എങ്ങനെയുണ്ട് ഫുഡ് എന്ന് പറയൂ അനുവേട്ട. ഞങ്ങളില്ലേ ടെസ്റ്റ് ചെയ്തത്. കുഞ്ഞിത്തലയണ കോമോ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള കോമോസെറ്റുകൾ ഈ കോമകളിൽ ലഭ്യമാകും. മൊത്തം തീരുവോ? മൊത്തം പൈസ തീരുവോ? എന്താ മേടിക്കാൻ പോന്നേ? ഗ്രിൽ ചിക്കൻ മേടിക്കാം. പിന്നെന്തുള്ള ചിക്കൻ പക്കോട വാങ്ങിക്കാം. ഓക്കെ.
അങ്ങനെ നമ്മൾ വൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സരസ്വമേളയിൽ നിന്ന് വന്ന് ഇടയ്ക്ക് വെച്ച് അവിടെ പോയി ഇതിൻ്റെ ബാറ്ററി തീർന്നു പോയി ക്യാമറയുടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ കുഴപ്പമില്ല, കുറച്ചൊക്കെ നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്ത കാര്യം. അപ്പോൾ അതുപോലെ സ്റ്റോഴ്സ് ഉണ്ട്. ഏതായാലും നമുക്ക് നമ്മളിങ്ങനെ സ്റ്റാളിൽ കയറിയിട്ട് നമുക്കങ്ങ് മടുക്കും. നമ്മൾ ഇറങ്ങി ഓടിയാൽ മതി ഒരു സിറ്റുവേഷൻ ഉണ്ട്. അമ്മാതിരി സിറ്റുവേഷൻ ഒരൊറ്റ വേ ഔട്ടേ ഉള്ളൂ. അത് മൊത്തം കണ്ടതിന് ശേഷം അവർ ഇറക്കി വിടത്തേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഒന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം കയറി ഇറങ്ങി കണ്ടു. ഞങ്ങൾ ഇസുവിനെ കൊണ്ടുപോയില്ലായിരുന്നു. ഇസുവിനെ കൊണ്ടുപോയിരുന്നേ കൂടെ തീർന്നയുടെ പരിപാടി ഇന്നത്തോടെ. അതുപോലത്തെ ഇതായിരുന്നു. പക്ഷെ എനിക്ക് പരിപാടി ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ. നമുക്കൊന്നും പറയാനില്ല. ഭയങ്കര ഗ്രാൻഡായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതുപോലെ സ്റ്റോളുകളുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്കുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് കൗണ്ടറാണ്. ഫുഡ് കൗണ്ടറിൽ വൻ തിരക്കും കാര്യങ്ങളുമാണ് ഉള്ളത്. അതുപോലെ സെലക്റ്റീവായിട്ട് പോയി കഴിക്കുക. എല്ലാം നമുക്ക് ടേസ്റ്റ് പിടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതെ, എല്ലാം ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിച്ചതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെ ആന്ധ്ര സ്റ്റൈലിൽ നിന്നുള്ള ഫുഡിൽ നോൺ വെജ് ആണോ ഇല്ലാതെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് സിക്കിം നല്ലതായിരുന്നു. മറ്റേ വനസുന്ദരി എന്നൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അട്ടപ്പാടി വനസുന്ദരി എന്ന് പറയുന്ന സാധനമാണ്. അത് കിടുന്ന സാധനമാണ് കേട്ടോ. അത് കിടുമായിരുന്നു. അങ്ങനെ കുറച്ച് സെലക്റ്റീവായിട്ട് കഴിച്ചാൽ സൂപ്പറായിരിക്കും. എനിക്കൊന്ന് കാശ്മീരി ചായ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒത്തിരി സാധനമുണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ല. പോയി എൻജോയ് ചെയ്ത് പർച്ചേസൊക്കെ നടത്തുന്നവർക്ക് ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്കറിയത്തില്ല, നമ്മൾ എല്ലായിടത്തും വില ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വാങ്ങിച്ചത് വെച്ചിട്ട് ഭയങ്കര അങ്ങനെ അറുത്ത് കാശ് വാങ്ങിക്കുന്ന പരിപാടിയൊന്നും ഇല്ലെന്ന്. ഇല്ല, ഒരു നോർമൽ റേറ്റേ ഉള്ളൂ. പുസ്തകങ്ങളുടെ വൻ കളക്ഷനുകളും ഉണ്ട്. പിള്ളേർക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ടിക്കറ്റ് ഉണ്ട്. കയറുന്നതിനൊക്കെ ഭരണക്കിണർ അങ്ങനെയുള്ള സാധനത്തൊക്കെ ടിക്കറ്റ് ഉണ്ട്. പുഷ്പമേള, അതുപോലെ VR വിർച്വൽ റോബോട്ടിക്സിന്റെ അങ്ങനെ കുറച്ച് അതിനെല്ലാം ടിക്കറ്റ് വെച്ചിട്ടാണ്. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ടിക്കറ്റ് ഇല്ല. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്ന അവിടെ പോയി നിങ്ങൾ ഈ ഫുഡ് കൗണ്ടറുകളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. വെറൈറ്റി ഓഫ് ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെടും. പാൽക്കപ്പ പോലുള്ള ഒത്തിരി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പോയി ഒന്ന് കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.